أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ദിക്റാണ്. ആ ദിക്ർ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കുടുംബജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഈ ദിക്ർ ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ അതിൻ്റെതായ ഗുണമേന്മകളെ കുറിച്ചെല്ലാം ഞാൻ ഒന്ന് പറയട്ടെ. അതായത് നമുക്ക് ദാരിദ്ര്യം എന്ന് പറയുന്ന കാര്യങ്ങൾ എല്ലാം മിക്ക ആൾക്കാർക്കും ദാരിദ്ര്യം സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒന്നാണ്. ദാരിദ്ര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭയങ്കരമായൊരു ബുദ്ധിമുട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ആ ദാരിദ്ര്യത്തിൽ നിന്നും അങ്ങ് കരകയറ്റട്ടെ എന്ന് പ്രത്യേകിച്ച് നമ്മൾ ദുആ ചെയ്യുകയാണ്. കാരണം ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ റഹ്മാനായ തമ്പുരാനെ സഹിക്കാൻ പറ്റത്തില്ല. അത് വലിയ ബുദ്ധിമുട്ടായ കാര്യമാണ്, വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. അതുപോലുള്ള ഒരു വിപത്ത് നമുക്ക് അല്ലാഹു തആല തരാതിരിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ്. എത്ര പൈസ ഉണ്ടായാലും ശരി തന്നെ, സമ്പത്ത് എത്ര വന്ന് കയറിയാലും ശരി തന്നെ, ദാരിദ്ര്യത്തിൽ അള്ളാഹു ഇറക്കി തിരിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യന് ദാരിദ്ര്യം അങ്ങ് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവൻ എത്ര സമ്പത്തുണ്ടായാലും ശരി, എത്ര പൈസ ഉണ്ടായാലും ശരി തന്നെ, ഒന്നും മുഴുക്കാത്തൊരവസ്ഥ വരും. അതിലൊന്നും ഒരു ബർക്കത്ത് കാണത്തുമില്ല, അതിലൊരു ഐശ്വര്യവും കാണത്തില്ല, അതുകൊണ്ടൊരു മേന്മയും അതിനകത്ത് ഉണ്ടാകത്തില്ല. അങ്ങനെ ഉണ്ടാകാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ആകെ അങ്ങ് വഷളായി ആ വീട് അങ്ങ് വലിയ ഒരു ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ഭാര്യയും മക്കളും തങ്ങളിൽ തല്ലലും അടിയും വഴക്കും വയ്യാവലികളും സകല കുനിഷ്ഠകളും ഇതോടൊപ്പം ആ കുടുംബത്തിൽ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ദാരിദ്ര്യം ഇത് പ്രധാനമായ ഒരു കാര്യമാണ്. അപ്പോൾ ആ ദാരിദ്ര്യം എന്ന് പറയുന്നതായ ഈ വൈഷമ്യം നമ്മളിലോ നമ്മളിൽപ്പെട്ട ആരിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല തരാതിരിക്കട്ടെ, ഇറക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും കൂടിയുള്ള ഒരു ദിക്ർ കൂടിയാണ് നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ദാരിദ്ര്യം മാറിക്കിട്ടണം. പിന്നീട് നമുക്ക് വേണ്ടത്, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ധനം നമുക്ക് തരുന്നു, അല്ലെങ്കിൽ നമുക്ക് നല്ല വരുമാനം നമുക്ക് അല്ലാഹു പ്രത്യേകിച്ച് തരികയാണ്. ധനം എന്ന് പറഞ്ഞാൽ സമ്പത്ത്. ആ സമ്പത്ത് ഇങ്ങനെ തന്നു കഴിയുമ്പോൾ ആ സമ്പത്തിനകത്ത് തന്നെ നമുക്ക് ബർക്കത്തും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ തന്നില്ല എങ്കിൽ ആ സമ്പത്ത് കൊണ്ട് വലിയ ബുദ്ധിമുട്ട്, വലിയ ഗുണങ്ങൾ നമുക്ക് ഉണ്ടാകത്തില്ല. കാര്യം എത്ര സമ്പത്തുണ്ടായാലും ശരി, അത് ഈ ബർക്കത്തിന് അല്ലാഹു തആല ഇറക്കിയില്ല എങ്കിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആ സമ്പത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഔദാര്യമായ ആ ഒന്ന് എന്ന് പറയുന്ന ആ ബർക്കത്തിനെ കൂടി നമ്മൾ അല്ലാഹുവിനോട് നമ്മൾ ചോദിച്ചു മേടിക്കണം. അപ്പോൾ ആ ബർക്കത്തും കൂടി ഇതിനകത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നൊന്നുണ്ട്, അത് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്നതാണ് റഹ്മത്ത് എന്ന് പറയുന്ന ഒന്ന് കിട്ടും. ആ റഹ്മത്ത് നമുക്ക് ഇങ്ങോട്ട് വന്ന് അല്ലാഹു തആല ഇറങ്ങിത്തരും. ഇതെല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് ചുരുക്കി പറഞ്ഞാൽ, അള്ളാഹുവേ നമുക്ക് അങ്ങനെ ഒരു പാർട്ടിക്ക്, ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ കുടുംബം അങ്ങ് മെച്ചപ്പെടുകയാണ്. ആ കുടുംബത്തിന് ഐശ്വര്യവും സന്തോഷവും ഇങ്ങനെ വർദ്ധിപ്പിച്ച് മുമ്പോട്ട് ഇങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് സാമ്പത്തികമായ ഉയർച്ചയിലേക്ക് അവർ എത്തുകയും അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ അവരിൽ നിന്നും ഉണ്ടാവുകയും ചെയ്യും. അത് മുഖാന്തരമായിട്ട് അവരുടെ കുടുംബങ്ങൾ അങ്ങ് രക്ഷപ്പെടുകയും ചെയ്യും. അതുമാത്രമല്ല, അവർക്ക് അങ്ങനതായ സമ്പത്ത് ധനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നതായ സമയത്ത് അവർ അത് മാത്രം വെച്ചവർ ആസ്വദിക്കുന്നില്ല. അവർക്ക് അല്ലാഹു തആല വേറെ മനസ്സിൽ പല ഗുണങ്ങളും അല്ലാഹു തആല കൊടുക്കുന്നതാണ്. അങ്ങനെ മനസ്സിനകത്ത് അവർക്ക് ഗുണങ്ങൾ പലതും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ സമ്പത്തിൻ്റെ ഒരു ഭാഗങ്ങൾ പല നല്ല ആളുകളിലേക്കും ബന്ധുമിത്രാദികളിലേക്കും മറ്റുള്ള ആൾക്കാരിലേക്കും ഇതെങ്ങനെ ചെന്നെങ്ങനെ അടിയുകയും ചെയ്യും. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവർ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് സമ്പത്ത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ അങ്ങ് ഉണ്ടാകുന്നതിന് വേണ്ടി തന്നെയും നമ്മൾ പ്രവർത്തിക്കണം. നമ്മളെ ഹൃദയത്തിന് ശുദ്ധി വേണം. ആ ശുദ്ധിയോടുകൂടി തന്നെ ഈ പറയുന്നതായ ദിക്ർ നിങ്ങൾ ആവർത്തിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അനുഗ്രഹം നമുക്ക് ചൊരിച്ചു തരികയും അതുകൊണ്ട് ഗുണങ്ങൾ ഉണ്ടാകുകയും ബർക്കത്തുണ്ടാകുകയും റഹ്മത്തുണ്ടാകുകയും എല്ലാവിധ ഗുണങ്ങളും നമുക്കും നമ്മുടെ കുടുംബത്തിനും അത് ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. ഇതിന് വലിയ പാടും ബുദ്ധിമുട്ടും ഒന്നുമുള്ള കാര്യമില്ല ഈ ദിക്ർ ചെല്ലാൻ. ഈ ദിക്ർ വളരെ നിസ്സാരമായിട്ട് ഈ ദിക്ർ നമുക്ക് ചെല്ലാവുന്നതേ ഉള്ളൂ. ഈ ദിക്ർ എങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ, ദിക്ർ ചെല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ട് വേണം നിങ്ങൾ ഈ ദിക്ർ ചെല്ലേണ്ടത്. കഴിവതും നമസ്കാരത്തിന് ശേഷം ചെല്ലിയാൽ അത് പവർ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പവർ അതിന് കിട്ടുന്നതാണ്. അല്ലാത്ത സമയത്തും ഈ ദിക്ർ ചെല്ലാവുന്നതാണ്.
പക്ഷേ അങ്ങനെ ഈ ദിക്റ് ചെല്ലുന്ന സമയത്ത് ഒരു ഉപകാരം നിങ്ങൾ ചെയ്യണം, ചെയ്യുന്നവർ ചെയ്യണം, ചെല്ലുന്നവർ ചെയ്യണം എന്ന് പറഞ്ഞാൽ 101 പ്രാവശ്യം നിങ്ങൾ ചെല്ലണം. നിസ്സാരമായിട്ട് ചെല്ലാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഈ 101 പ്രാവശ്യം ഈ ദിക്റ് അങ്ങോട്ട് ചൊല്ലിയിട്ട് റബ്ബിനോട് ഹൃദയം തുറന്നുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ പരിശുദ്ധമായ ഹൃദയമുണ്ടല്ലോ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വഞ്ചനകളോ വൃത്തികേടുകളോ അഴുക്കുകളോ ഒന്നും വയ്ക്കാതെ കണ്ട് ഹൃദയം ശുദ്ധീകരിച്ച് വെച്ചുകൊണ്ട് അള്ളാഹുവിനെ ലയിപ്പിച്ച് ഹൃദയം വെച്ചുകൊണ്ട് നിങ്ങൾ ഇരുന്നുകൊണ്ട് പടച്ച തമ്പുരാനോടൊരു ദുആ ചെയ്യണം. എങ്ങനെ ദുആ ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ തുടക്കമെന്ന് പറഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹുൽ അദീം, അസ്തഗ്ഫിറുല്ലാഹുൽ അദീം, അസ്തഗ്ഫിറുല്ലാഹുൽ അദീം കുറഞ്ഞതൊരു 3 പ്രാവശ്യം അങ്ങോട്ട് പറഞ്ഞിട്ട് പിന്നീട് നിങ്ങൾ പറയാനുള്ളത് അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർഹമായ പടച്ചവനേ, ഞങ്ങളതാ ഈ ദിക്റ് ചൊല്ലി അല്ലാഹ് നീ സ്വീകരിക്കണേ, ഈ ദിക്റിൻ്റെ ഗുണം നീ തരണേ അല്ലാഹ് എന്നങ്ങ് പറഞ്ഞുകൊണ്ട് ഈ ദിക്റ് ഇങ്ങോട്ട് ചൊല്ലി ദുആ ചെയ്തിട്ട് ആ ദുആയുടെ അവസാനം വരുമ്പോൾ അതിന് അത്രത്തോളം ഞാനിപ്പോൾ പറയുന്നില്ല, അത് നിങ്ങളങ്ങ് പറഞ്ഞാൽ മതി. ചുരുക്കി പറഞ്ഞാൽ അവസാനം വരുമ്പോൾ അൽഹംദുൽ വേണം ഈ ദുആ അവസാനിപ്പിക്കേണ്ടത്. എങ്ങനെ വേണം? വാഹിദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ചൊല്ലി ഈ ദുആ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള സമയങ്ങളുണ്ടല്ലോ, ആ ദുആ അവസാനിപ്പിച്ചതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് എത്രയോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിടക്കുന്നു. കിട്ടുന്ന സമയത്തെല്ലാം ഈ ദിക്ർ നമുക്കങ്ങ് ചെല്ലാവുന്നതാണ്. ചെല്ലുന്ന കാര്യത്തിൽ ഒരു മടിയും വേണ്ട. ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് പ്രയോജനം അല്ലാഹു തരും. ഒരു പക്ഷേ ഒരിത്തിരി താമസം വന്നു എന്ന് വരും എന്ന് കരുതി വിഷമിക്കണ്ട. ആ താമസം അങ്ങ് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വാരിക്കോരി ഇതിൻ്റെ ഗുണങ്ങൾ അല്ലാഹു തആല തരുന്നതാണ്. ഒരു ദിക്ർ ചെല്ലുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ദിക്ർ ഒരിക്കലും അങ്ങ് പാഴായി പോവുകയില്ല. ഞാനതാ ഈ ദിക്ർ ഇവിടെ ചെല്ലുകയാണ്. വലിയ പാടുന്നുള്ള ദിക്റല്ല, വളരെ നൈസായിട്ട് ചെല്ലാവുന്ന ദിക്റാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ റസാഖു യാ അല്ലാഹ്, യാ റസാഖു യാ അല്ലാഹ്, യാ റസാഖു യാ അല്ലാഹ്. ഈ ദിക്റാണ് ചെല്ലേണ്ടത്. ഈ ദിക്ർ എന്ന് പറഞ്ഞാൽ ഒരു 101 പ്രാവശ്യം നിങ്ങൾ ഈ ദിക്ർ ആ ചെല്ലുന്ന സമയത്ത് മുറിക്കാതെ കണ്ട്, കളയാതെ കണ്ട്, മാറ്റിവെക്കാതെ കണ്ട് തന്നെ 101 പ്രാവശ്യം നിങ്ങൾ ചെല്ലിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതനുസരിച്ചുള്ള ദുആ എങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലെങ്കിൽ നാളെ ഒരല്പത്താമസം വന്നു വരട്ടെ, നമുക്കതിൻ്റെ പ്രയോജനം അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നതാണ്. അതിൽ ഒരു തർക്കവുമില്ല. അത് ചെല്ലണം, 101 പ്രാവശ്യം ചെല്ലണം. പിന്നെ അത് കൂടാതെ കണ്ട് ഉള്ള സമയങ്ങൾ കിട്ടുമ്പോഴെല്ലാം ഈ ദിക്റൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കാം. അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നതാണ്. ഇനി ഇതിനകത്ത് പറയാനുള്ളത്, ഈ ചെല്ലുന്നവർക്കും കേൾക്കുന്നവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയായ തമ്പുരാൻ ഈ ലോകത്തും പരലോകത്തും എല്ലാവിധ ഗുണങ്ങളും കൊടുക്കട്ടെ എന്ന് ഞാൻ അതാ പ്രാർത്ഥിക്കുന്നു. ഈ പറയുന്ന ഞാൻ എന്തെങ്കിലും പറച്ചിൽ, എന്തെങ്കിലും തകരാറുകൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി വരുന്നു എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയായ തമ്പുരാൻ അവൻ്റെ ഔദാര്യം കൊണ്ട് എനിക്ക് പുറത്തു തരട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഞാൻ പറയുന്നു, ഒന്ന് ഇതിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യണമെന്നും കൂടി ഇതോടൊപ്പം പറയുകയാണ്. തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.